വില്ലേജ് വൈബ്സിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ആദ്യം തന്നെ ഇതൊരു ട്രാവൽ വീഡിയോ അല്ല. നമ്മളിപ്പോൾ ഉള്ളത് ഏർവാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഏർവാടിയെക്കുറിച്ച് പലർക്കും അറിയാം, ഇവിടുത്തെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിതൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചതുമല്ല. ഇന്നലെ രാത്രി നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ദർഗയൊക്കെ കാണാൻ പോയി. അപ്പോൾ പുറത്തുള്ള കുറേ സംഭവങ്ങൾ കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ ഇതൊരു ദർഗവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ മാത്രമായിരിക്കും, കാരണം യാത്രാ കണ്ടന്റ് ഇതിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകതകളും എന്തുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതാ ഏർപാടി ഉള്ളത് ഞങ്ങളെ തൊട്ട ബാക്കിലാണ് ദർഗ. പിന്നെ ഇവിടെ മറവട്ട് കെടുക്കുന്ന പിന്നെ ബാദിഷാ എന്ന് പറയുന്ന ഇബ്രാഹിം ബാദിഷാ എന്ന് പറയുന്ന ആൾ നബിയുടെ പാരമ്പര്യത്തിൽ, അതായത് നബിയുടെ 18ാമത്തെ പൗത്രന്മാരിൽപ്പെട്ട ഒരാളാണെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ കുറേ ആളുകൾ പിന്നെ സിഹിർ ചെയ്യപ്പെടുക, പിന്നെ അതേമാതിരി ബ്ലാക്ക് മാജിക് എൻ്റേത്, അതേപോലെ തന്നെ പിന്നെ ഷെയ്ത്താൻ്റെ കാര്യങ്ങൾ, പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വരുന്നുണ്ട്. അതിനുള്ള കുറേ ഉത്തരങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. അവരിന്ന് ഇവിടെ ഭേദപ്പെട്ട് പോകുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്ത്യക്കകത്തും പുറത്തുനിന്ന് വരുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയ സമയത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ ഇവിടെ തലകുത്തി മറിയുന്നു, കുട്ടികളൊക്കെ ബോധം പോയിട്ട് കിടക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ദർഗനെ ഈ സംഭവം ഏർവാടി ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടുത്തെ സംഭവങ്ങൾ എന്താ നമുക്ക് നേരിട്ടറിയില്ല. എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിലും വലിയ വിശ്വാസമില്ലാത്ത ആളാണ്. ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ സാഹചര്യം കണ്ടപ്പോൾ എന്താ ഈ സംഭവിക്കണമെന്ന് നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ അവർ പറഞ്ഞെന്താ പറഞ്ഞാൽ ഈ സിഹിർ മാരണം, അതായത് കൂടോത്രമൊക്കെ ചെയ്തിട്ട് അത് ഏറ്റ ആളുകളാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നിട്ട് ചിലർക്ക് ഒരു ദിവസം കൊണ്ട് മാറും, ചിലർക്ക് ഒരാഴ്ച കൊണ്ട് മാറും, ചിലർക്ക് വർഷങ്ങളെടുക്കും. അപ്പോൾ അങ്ങനെയുള്ള രോഗം മൂർജിച്ച ആളുകൾ ഇവിടെ ചങ്ങലൊക്കെ കിട്ടിയാണ്ട് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഈ ദർഗയ്ക്ക് ചുറ്റും ഇങ്ങനെ അവരിങ്ങനെ വലയം വെക്കുന്ന സമയത്ത് അവരെ മേത്ത് അതായത് ഈ സിഹിർ ചെയ്ത് അവരെ മേത്ത് ശൈത്താൻ കയറി അങ്ങനെ എന്തൊക്കെ ഇതിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് നമുക്കറിയില്ല. അപ്പോൾ അവർക്ക് അതിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ഇളകലും, ചിലപ്പം ബോധം പോകും, ചിലപ്പോൾ ഒരു വയലൻ്റ് ആവും, അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ചെയ്യും. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ അത് മാറും എന്നാണ് പറഞ്ഞത്. മാറാത്തതുണ്ട് ഇവിടെ ഒരു കേസ് എടുക്കുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ഇങ്ങനെ സൗണ്ടുകൾ കേൾക്കാം, അങ്ങനെ വന്നിരിക്കണം. രോഗം ലക്ഷണങ്ങൾ കാണിക്കുന്ന ആളുകളുണ്ട്, രോഗം മൂർജിച്ച ആളുകളുണ്ട്. ഇവിടുന്ന് ഒരുപാട് ആളുകൾക്ക് മാറുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് കറക്റ്റ് നമുക്ക് ഈ പറഞ്ഞത് കേൾക്കുമ്പോഴുള്ളൊരു ഇതെന്നല്ലാതെ നമുക്ക് ഇതിനെ പറ്റി പറയാനറിയാം, നിഷേധിക്കാൻ പറ്റണില്ല. കാരണം ഇവിടെ അത്രയും അനുഭവങ്ങൾ നമ്മളെ കൺമുൻപിൽ കാണുകയാണ്. പക്ഷേ ഞാൻ അതൊന്നും വീഡിയോ എടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഒരാൾ രോഗം വെച്ചിട്ട് ആ രോഗിയെ നമ്മൾ വീഡിയോ എടുത്ത് കാണിക്കണേ ശരിയല്ല വെച്ചിട്ടാണ്. കാണിക്കുകയാണെങ്കിൽ കാരണം ഒരുപാട് ആളുകൾ ദർഗൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് അത്യാവശ്യം റീച്ച് വന്നിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള ആളുകളെ ഷൂട്ട് ചെയ്തിട്ടാണ്. പക്ഷേ നമുക്കത് ഷൂട്ട് ചെയ്യാൻ തോന്നിയില്ല, കാരണം നാളെ നമുക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വരുമോ എന്നുള്ളൊരു പേടിയുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ രോഗം വെച്ചിട്ട് അവർ കാട്ടുന്ന ഈ കാട്ടിക്കൂട്ടിൽ നമുക്ക് വീഡിയോ എടുക്കേണ്ടെന്ന് ഉദ്ദേശിച്ചാണ് എടുക്കാറുണ്ട്. എന്നാലും ജസ്റ്റ് ദർഗൻ്റെ രാത്രിക്കത്തൊരു വിഷയം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഉറൂസ് നടക്കുകയാണ്, ഏകദേശം ഒരു മാസത്തോളം ഉണ്ടാകുന്ന പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ഇവിടെ രോഗികൾ കുറവായിരിക്കും അല്ലേ? ഉറൂസിൻ്റെ സമയത്ത് രോഗികൾ കുറവെന്നല്ല പറഞ്ഞത്. പിന്നെ ഇത് സ്ഥിതി രാമനാഥപുരം ജില്ലയിലാണ് ഏർവാടി സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ മറ്റേ വരുമാനത്തിൽ തമിഴ്നാട് വരുമാനത്തിൽ 2ാം സ്ഥാനത്താണ് ഈ ഏർവാടി എന്നുള്ള ഈ ദർഗ. നികുതിയിൽ 2ാം സ്ഥാനത്താണെന്നാണ് പറയപ്പെടുന്നത്. ഇന്നലെ നമ്മൾ വന്ന സമയത്തൊക്കെ ചെറിയ കുട്ടികളടക്കം അല്ലേ, കുട്ടികൾ വരെ ഇതിൻ്റെ ഉള്ളിൽ എന്താ കാണിക്കണം പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നമുക്കത് പക്ഷെ അത് നിങ്ങൾക്ക് എന്തായാലും ഇവിടെ നടക്കണമെന്ന് മനസ്സിലാണെങ്കിൽ ആ വീഡിയോ എടുക്കൽ നിർബന്ധം. പക്ഷെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള രോഗികളെ നമ്മൾ ഇതിൽ കാണിക്കുകയാണ്. അത് ചെയ്യേണ്ട വെച്ചിട്ടാണ് നമ്മൾ പിന്നെ എടുക്കായിരുന്നു. ബുദ്ധിമുട്ട് നമ്മൾ വിറ്റിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടാക്കേണ്ട നിലക്കാണ്. ജസ്റ്റ് ഇതൊന്ന് ദർഗൊന്ന് കാണിക്കുക. ഇവിടുത്തെ നമ്മൾക്ക് അറിയണ കാഴ്ചകൾ, നമ്മൾ കണ്ട കാഴ്ചകളൊന്നും എന്താ സംഭവിച്ചതെന്നുള്ളതൊക്കെ ഒന്ന് പറയാന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ എടുക്കണ മെയിൻ ഉദ്ദേശം. കുറേ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. കുറേ ഇവിടെ ആളുകൾക്ക് എടുക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് ഇവിടെ കിടക്കുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്നാണ് അറിയപ്പെടാൻ പറ്റിയത്. നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ് ഭക്ഷണത്തിനാണെങ്കിൽ ഇന്നടുത്ത് പോയി കൗണ്ടറിൽ പറഞ്ഞാൽ അതിൻ്റെ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിനൊന്നും ഇവിടെ ഉള്ള ആളുകൾക്ക് മുട്ടില്ല, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതായത് ഭക്ഷണത്തിൻ്റെത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ വരികയാണെങ്കിൽ ഞാൻ ഇവിടെയുള്ള ഹോട്ടലിൽ എവിടെയൊക്കെ ഞാൻ പോയിട്ട് ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെ ആരെങ്കിലും ഫുഡ് കഴിക്കാൻ പൈസ ഇല്ലാത്ത ആരെങ്കിലും വരികയാണെങ്കിൽ ഫുഡ് കൊടുക്കാറുണ്ട്. ഇത്ര ആൾക്കുള്ള ഭക്ഷണത്തിൻ്റെ ക്യാഷ് ചെയ്യാനാണ് ഞാൻ കൊടുത്തേൽപ്പിക്കണം ഹോട്ടലിൽ. പിന്നെ ഇവിടെ ഈ ദർഗൻ്റെ ഇതിലും ഉത്തരവാദിത്തപ്പെട്ടവരും അങ്ങനെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സുഖമില്ലാത്തവരൊക്കെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുമ്പോൾ അവരോട് ആരും ക്യാഷ് കഴിക്കില്ല, കാരണം ഓൾറെഡി അവിടെ ഓരോരുത്തർ പൈസ അവരെ പൈസ കൊടുത്തിട്ടിട്ടുണ്ടാവും. പിന്നെ ഇവിടെ വരുന്ന ആർക്കും ഇതുപോലെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാം. പിന്നെ ഇതിൽ 6666 അങ്ങനെ എന്തോ ഒരു ഏക്കർ ഉണ്ട്. അതെന്താ വെച്ചാൽ ഇവിടുത്തെ പഴയ രാജാവ്
പിന്നെ കുട്ടികളില്ലാതായപ്പോൾ പിന്നെ കുട്ടികളുണ്ടായ സമയത്ത് പിന്നെ എന്താ സന്തോഷത്തിന് വേണ്ടി കൊടുത്താണ്. അതിന് വേണ്ടി ഇവിടെ ആളുകൾ തൊട്ടിൽ കെട്ടുക എന്നല്ല, കുട്ടികളില്ലാത്തവർ വന്ന് തൊട്ടിൽ കെട്ടുക, ഇവിടുന്ന് അങ്ങനെ കുട്ടികൾ ഉണ്ടാവാനുള്ള ഭാഗ്യം ലഭിക്കുക, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ എത്ര കണ്ടിട്ട് എങ്ങനെ നമുക്ക് എന്താ അറിയില്ല എല്ലാവർക്കും. അല്ല ഇതൊന്നും ഇപ്പോൾ ഈ വീഡിയോ കാണാൻ എല്ലാവരും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറയില്ല. കാരണം ഇവിടുത്തെ നമ്മളൊരു യാത്രക്കാരെന്നുള്ള നിലക്ക് ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ ചരിത്രം ഇവിടെ എന്താ നടക്കണമെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കിയെടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് മാത്രം. ഇതൊന്നും നിങ്ങൾ ഉൾക്കൊള്ളില്ല എന്ന് നമുക്ക് അറിയണ കാര്യമല്ല. കാരണം ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് ആരും വിശ്വാസത്തിൽ എടുക്കേണ്ട. നിങ്ങൾ നേരിട്ട് വന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ പള്ളി. പിന്നെ ഇതാണ് മക്കാമ് ഓപ്പൺ ആക്കുന്ന സമയം എന്നോട് എത്ര പറഞ്ഞേ? രാവിലെ സുബിഹി, അതായത് സുബിഹിൻ്റെ നേരം മുതൽ 7 മണി വരെ ഉണ്ടാവും. പിന്നെ വൈകിട്ട് അസർ 4:30 ആ സമയം മുതൽ ഇശാവിൻ്റെ സമയം 8 മണി വരെ. ഈ കാണുന്നതാണ് ദർഗ. ഇവിടെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി വന്ന സമയത്ത് ഇവിടെ കുറേ ആളുകൾ ഈ ദർഗയ്ക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അതിൽ പ്രായഭേദമന്യേ നടക്കുന്നുണ്ട്. പിന്നെ അതിൽ മതങ്ങളില്ല, പല പല മതക്കാരുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഈ ശിബിരവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെടുന്നവർ ഇവിടെ നടന്നു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് ഇളകി അവരുടെ ശരീരത്തിൽ നിന്ന് പോവും എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ നമ്മളെ ഇതിനെ ഒഴിവാക്കണ ഒരു തല വെട്ടുക എന്നുള്ള എന്തൊക്കെ ഒരു കർമ്മം ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ ഉണ്ട് ഇവിടെ. തല വെട്ടുക എന്നുള്ളത് വാളുകൊണ്ട് വെട്ടുക എന്നല്ലട്ടാ. അതെ, സിഹിർ ഒഴിവാക്കണം അങ്ങനെ എന്തൊരു പേരെന്തോ പറഞ്ഞാണ് തല വെട്ടുക എന്നുള്ള. അപ്പോൾ അങ്ങനത്തെ പരിപാടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറേ ആളുകൾ ഇവിടെ ഇന്നലെ ചുറ്റും ഇപ്പം പകലായതുകൊണ്ട് ഉറൂസ് നടക്കുന്നതുകൊണ്ടാണ് ആളുകൾ കുറവെന്നാണ് പറയുന്നത്. ഇതുപോലെ ഒരുപാട് ആളുകൾ ഇന്നലൊക്കെ രാത്രി ഇവിടെ താഴെ നിലച്ച് ഇരി വെച്ചിട്ട് ഇവിടെ കിടക്കുകയായിരുന്നു. ഒരുപാട് ആളുകൾ. ഇന്നിപ്പോൾ പകൽ കുറവാണ്. പിന്നെ ഈ രോഗികൾ തന്നെ ഇപ്പോൾ ഈ സമയത്തുണ്ടല്ലോ, വൈകിട്ടാണ് ഇവിടെ രോഗികൾ കൂടുതലെത്തൽ. പിന്നെ ഇപ്പോൾ ഉറൂസായ സമയം അങ്ങനെ രോഗികൾ കുറവാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഉറൂസിൻ്റെ തിരക്ക് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആളുകൾ വരും ഇതിനായിട്ടെന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ വന്നിട്ട് മാസങ്ങളോളം റൂം എടുത്ത് നിന്നിട്ട് ഇതിനു വേണ്ടി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ വേറുപാടി തന്നെയുള്ള കാട്ടിപ്പള്ളി എന്ന് പറഞ്ഞ ഒരു ദർഗുണ്ട്. അപ്പോൾ അവിടെ വന്നു. അവിടെ കൃഷ്ണേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. നമ്മൾ കുറേ മുന്നേ ചിലരെ കണ്ടിട്ടുണ്ടാവും വീഡിയോസിൽ. നല്ല പാട്ടും കാര്യങ്ങളൊക്കെ. പാലക്കാട് ജില്ലയിൽ അമ്പംകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ മൂപ്പരിവിടെ കാണാൻ വന്ന്. മൂപ്പര് വീടെടുക്കാൻ പാടില്ല, ഇപ്പോൾ കൊടിയിറക്കം കഴിഞ്ഞിട്ട് കഴിഞ്ഞ് വീടെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ മൂപ്പര് നല്ല നോർമലായിട്ടാണ് സംസാരിക്കണത്. പക്ഷെ 11 വർഷമായിട്ട് ആൾ ഇവിടെയാണ്. കുളിക്കുക വൃത്തിയോ കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ ഇരിക്കണേ. അപ്പോൾ എന്താ ഇവിടുന്ന് പോകുന്നത്, സമ്മതം കിട്ടിയിട്ടില്ല ഇവിടുന്ന് പോകാനെന്നൊക്കെ പറഞ്ഞത്. എന്താന്ന് നമുക്കും മനസ്സിലാണില്ല ഇവിടെ വന്നിട്ട് എന്താ ഇവിടെ സംഭവിക്കണെന്നുള്ളത്. ഞാൻ ആകെ മിന്യമായിട്ടാണ്, എനിക്കെന്താ നമുക്ക് അസുഖമാണോ പേർക്കാണ് അസുഖം എന്ന് തോന്നി പോകണം ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഏർവാടിൻ്റെ കാഴ്ചകൾ. മൂപ്പരെ വീഡിയോ എടുക്കാൻ പറ്റിയാണ്. മൂപ്പര് നല്ല പാട്ട് പാടുന്ന ആളായിരുന്നു. അപ്പോൾ മൂപ്പർക്ക് ഇപ്പോൾ സമ്മതം ഞങ്ങൾ വന്ന സമയം തെറ്റിപ്പോയി. ഇനി കൊടിയേറ്റം കൊടിയിറക്കം കഴിഞ്ഞിട്ട് ഇനി പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഏർവാടിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ യാത്ര തുടരുകയാണ്. പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്ക് ഏർവാടി എത്തിയപ്പോൾ ഏർവാടിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാന്നുള്ളതിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട് കണ്ടുപിടിച്ചിട്ട് ചെയ്താണ്. അപ്പോൾ ഇന്ത്യ ടു വസ്ലയുടെ അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. അതുവരേക്കും